എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് 1690-നും 1700-നും ഇടയിലുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ്. ചക്രവർത്തി ഔറംഗസേബ് തന്നെ. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം അദ്ദേഹം ചിലവഴിച്ച ഡക്കാണിലാണ്. ബീജപ്പൂർ, ഗോൽക്കൊണ്ട, മറാത്ത സൈന്യവുമായി നിരന്തരമായ ഏറ്റുമുട്ടൽ സംഘർഷത്തിലേർപ്പെട്ടു. സാമ്പത്തിക ശക്തി ദുർബലമാവാൻ തുടങ്ങി മുഗൾ സാമ്രാജ്യത്തിൻ്റെ. അതുപോലെ പോർട്ടുഗീസുകാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ സുവർണ്ണകാലമൊക്കെ അസ്തമിച്ചു. ഗോവ ഡിയു ഡാമിൽ മാത്രമായി ഒതുങ്ങി. ഗോവ അറിയപ്പെടുന്ന റോം ഓഫ് ദ ഈസ്റ്റ് എന്നാണ്, ബിക്കോസ് അവിടുത്തെ ക്രിസ്ത്യൻ ചർച്ച്, കത്തീഡ്രൽസ് ആൻഡ് ക്രിസ്ത്യൻ ഫെസ്റ്റിവൽസ്. ഡച്ചുകാരെക്കുറിച്ച് പറയുമ്പോൾ അവർ സൂപ്പർ ശക്തിയായി തുടർന്നു. അവർ വ്യാപാര രംഗത്താണ് ശ്രദ്ധിച്ചത്. മതം മാറുന്നതിനോ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനോ ശ്രമിച്ചില്ല. അവരുടെ ഒരു വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ചെയ്തത്. വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ് അത് തയ്യാറാക്കിയത്. 1693 അത് പബ്ലിഷ് ചെയ്തത്. അത് ബോട്ടണിയുമായി ബന്ധപ്പെട്ട ഒരു ആധികാരികമായ ഒരു ഗ്രന്ഥമാണ്. ഇന്ത്യയിലെ 740 സസ്യങ്ങളെക്കുറിച്ച്, ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അതിൽ പറയുന്നത്. പക്ഷേ ഈ ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് തന്നെ പോർട്ടുഗീസുകാരനായ ഗാർസിയ ദി ഓർട്ട മറ്റൊരു പുസ്തകം രചിച്ചിരുന്നു ഇതുമായി ഇതുപോലെയുള്ള. അതിൻ്റെ പേര് ഇന്ത്യൻ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചുമുള്ള സംഭാഷണങ്ങൾ എന്ന പേരിലാണ് അത് രചിച്ചത്. ഇനി ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുമ്പോൾ അവർ 1700 ആയപ്പോഴേക്കും ശക്തമായ 3 തൂണുകൾ സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പണിതിട്ടുണ്ടായിരുന്നു. മദ്രാസ്, ബോംബെ, കൽക്കട്ട. മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട, ബോംബെയിലെ ഫോർട്ട് ജോർജ്, അതുപോലെ കൽക്കട്ടയിലെ വില്യം ഫോർട്ട്, ഇതൊക്കെ നിർമ്മിച്ചതാണ്. അവരുടെ സാമ്രാജ്യത്വ ചരിത്രത്തിൽ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ കാലഘട്ടം എന്ന് പറയാം. ഫ്രഞ്ചുകാരെ കുറിച്ച് പറയുമ്പോൾ അവർ സ്റ്റിൽ ജൂനിയർ പ്ലെയേഴ്സ് ആയിരുന്നു. അവരുടെ കയ്യിലായിരുന്നു പോണ്ടിച്ചേരി ഉണ്ടായിരുന്നത്. പക്ഷേ 9 ഇയേഴ്സ് വാറിൽ യൂറോപ്പിൽ നടന്നതാണ്. ഒരു ഭാഗത്ത് ഫ്രഞ്ചും മറുഭാഗത്ത് ഡച്ച്, സ്പെയിൻ, ബ്രിട്ടൻ ഇങ്ങനെയുള്ള യുദ്ധമായിരുന്നു. ഇതിൽ ഫ്രാൻസ് പരാജയപ്പെട്ടിരുന്നു. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ പോണ്ടിച്ചേരി ഡച്ചുകാർക്ക് കൊടുക്കേണ്ടി വന്നു. എന്നാൽ 1697 റിസ്വിക് ഉടമ്പടി പ്രകാരം ഫ്രഞ്ചുകാർക്ക് പോണ്ടിച്ചേരി തിരിച്ച് കിട്ടി. ഇനി ഐസക് ന്യൂട്ടനെ കുറിച്ചും എഡ്മണ്ട് ഹാലിയെക്കുറിച്ചും പറയാം. ഐസക് ന്യൂട്ടൺ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക രചിച്ചു. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ദ മോഷനും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷനും അസ്ട്രോണമിയിലും ഫിസിക്സിലും വിപ്ലവകരമായ മാറ്റമുണ്ടാക്കി. അദ്ദേഹം കാൽക്കുലസ് വികസിപ്പിച്ചു. എഡ്മണ്ട് ഹാലിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ധൂമകേതുക്കളുടെ സഞ്ചാരപഥത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയുണ്ടായി. അദ്ദേഹം നാവിഗേഷൻ മാപ്പ് തയ്യാറാക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹാലീസ് കോമറ്റ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പാരാമോറ എന്ന കപ്പലിൽ ഒരു സയൻറ്റിഫിക് യാത്ര നടത്തി. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക പ്രഭാവത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഒരു യാത്ര അദ്ദേഹം നടത്തിയത്. അതുപോലെ അന്ന് അൾജിബ്ര വളരെയേറെ വികസിച്ച ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഓൾറെഡി ഭാസ്കരാചാര്യരുടെ അൾജിബ്ര പ്രയോഗത്തിലുണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ കാൽക്കുലസ് അത് വളരെയേറെ വികസിച്ചു. അതുപോലെ ജിയോമെട്രി വളരെയേറെ വികസിച്ചു. ഇങ്ങനെ ശാസ്ത്രരംഗത്തും ഗണിതശാസ്ത്ര രംഗത്തും ഒട്ടേറെ വികസനങ്ങളുണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു 1700-ൻ്റെ ആരംഭം, അല്ലെങ്കിൽ 1690 മുതൽ 700 കാലഘട്ടം എന്ന് നമുക്ക് പറയാം.